ഇന്ന് ഞാനിതാ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് എവിടേക്കാണ് പോകുന്നതെന്നറിയോ? പാലക്കാടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ മാസമായിട്ട് നമ്മൾ തൃശ്ശൂർ ഇക്കാടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടി പോവുകയാണെന്ന് വിചാരിച്ച് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്. 2 ദിവസം അവിടെ പാലക്കാട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. സംഭവം പറയുമ്പോൾ 2 ദിവസമേ പോകുന്നുള്ളൂ എങ്കിലും ചെറിയൊരു ബാഗ് എടുത്താലും അത് ഫുള്ള് കുത്തിത്തിറങ്ങി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. അതെനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കട്ടല്ലേ. ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും നമുക്ക് കുറേ സാധനങ്ങളുണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. അത് മിക്ക സാധനങ്ങളും മറക്കും ചെയ്യും. ഇതിപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ഒരു കവറിലാക്കി മാറ്റിയിട്ട് എൻ്റെ ഡ്രസ്സ് വേറെ ആക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ഡ്രസ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ നമ്മളുടെ മേക്കപ്പ്. പ്രത്യേകിച്ച് ലേഡീസിനാകുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറേ മിനുക്ക് പരിപാടികളൊക്കെ ചെയ്ത സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും എല്ലാം വേറൊരു സെപ്പറേറ്റ് പൗച്ചിലൊക്കെ ആക്കിയിട്ടിട്ട് അതെ ഞാനും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ. ഞാനും കുഞ്ഞും കൂടെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതേ പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് ഇവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, അതുപോലെ റൂമും മിസ് ചെയ്യും. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ഒരു ദിവസം പോലും നമ്മൾ റൂമിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് നമ്മളെ വീട് റൂം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ ഞാനും മിസ് ചെയ്യാറുണ്ട്. നമ്മളിത് എല്ലാം കഴിഞ്ഞു യാത്രയൊക്കെ പറഞ്ഞിട്ട് അടുത്ത യാത്ര തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടിലേക്ക് നമുക്ക് ലോ ഫ്ലോർ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തൃശ്ശൂർ ബസ്സിൽ ചെന്ന് ഇറങ്ങിയിട്ട് തൃശ്ശൂർ നമ്മൾ പാലക്കാട് എപ്പോഴും ബസ് അവൈലബിൾ ആണ്. പാലക്കാട് നിന്ന് ലോ ഫ്ലോർ കിട്ടി. അതുകൊണ്ട് ഇത് ഞങ്ങൾ AC കൊണ്ടിട്ട് നല്ല സുഖമായിട്ടിരുന്ന് പോകണം. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മായിയമ്മ നല്ല പൊതിച്ചോറൊക്കെ പൊതിന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഇനി ഉണ്ടാക്കാനൊന്നും നേരം കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നാളെ കാണാം.